പൊന്നാനി നഗരസഭാ ചെയർപേഴ്സന്റെ യോഗത്തിലേക്ക് അതിക്രമിച്ചു കയറി യോഗം അലങ്കോലമാക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. നഗരസഭാ ചെയർപേഴ്സൺ CV സുധയുടെ അധ്യക്ഷതയിൽ യോഗം നടന്നുകൊണ്ടിരിക്കെ കൗൺസിൽ ഹാളിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജീവനക്കാരെ തള്ളിമാറ്റി യോഗം അലങ്കോലമാക്കിയത്. ട്രാഫിക് ക്രമീകരണ സമിതി യോഗം കഴിഞ്ഞുള്ള ഉടനെ ചെയർപേഴ്സൺ CV സുധയുടെ അധ്യക്ഷതയിൽ വൈസ് ചെയർപേഴ്സൺ CP സക്കീർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷനിൽ കുമാർ, റീന പ്രകാശൻ, ഹസീന, ഓഫീസ് സൂപ്രണ്ട് അഭിലാഷ്, സീനിയർ ക്ലർക്ക് വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്ത അവലോകന യോഗത്തിന്റെ തുടക്കത്തിലേക്കാണ് അസഭ്യം പറഞ്ഞ് അതിക്രമിച്ചു കയറി യോഗം അലങ്കോലമാക്കിയത്. കൗൺസിൽ ഹാളിലേക്ക് കയറാൻ ശ്രമിച്ചവരോട് ചെയർപേഴ്സന്റെ ചേംബറിൽ കുറച്ചു സമയം കാത്തിരിക്കണമെന്ന് ജീവനക്കാർ പറഞ്ഞത് അനുസരിക്കാതെ യോഗത്തിലേക്ക് ഇടിച്ചു കയറുകയാണ് ഉണ്ടായത്. നഗരസഭയുടെ പരാതിയിൽ പൊന്നാനി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഭരണസമിതി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയാനുള്ളത്. രാഷ്ട്രീയ പാർട്ടികളും മറ്റു പൊതുസംഘടനകളുമെല്ലാം സമരം സംഘടിപ്പിക്കുക എന്നത് സാധാരണയാണ്. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് അതവരുടെ അവകാശമാണ്. സമരം ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് സമരത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ യാതൊരു രീതിയിലുള്ള ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അക്രമം അഴിച്ചുവിട്ടുള്ള രീതിയിലായിരുന്നു ഇന്ന് പ്രതീക്ഷിക്കാതെ പൊന്നാനി നഗരസഭയുടെ കോൺഫറൻസ് ഹാളിലേക്ക് കുറച്ചുപേര് യൂത്ത് കോൺഗ്രസ് എന്ന ബാനറിൽ വന്ന് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യോഗം അലങ്കോലമാക്കിയത്. ട്രാഫിക് ക്രമീകരണ സമിതിയുടെ യോഗം അവസാനിച്ച ഉടനെ തന്നെ നഗരസഭാ ചെയർപേഴ്സൻ്റെ അധ്യക്ഷതയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും അതുപോലെ സൂപ്രണ്ട് അടക്കമുള്ള ജീവനക്കാരും പങ്കെടുത്ത പ്രധാനപ്പെട്ട ഒരു യോഗത്തിനകത്ത് കോൺഫറൻസ് ഹാളിലേക്ക് കയറി അക്രമകരമായ ഭാഷകൾ ഉപയോഗിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും, എന്നാൽ ഈ അവിടെ യോഗം നടക്കുകയാണ്, അങ്ങ് യോഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അങ്ങോട്ട് പോകാമെന്നുള്ളത് ചെയർപേഴ്സൻ്റെ ഓഫീസിലുള്ള വനിതാ ജീവനക്കാരി അടക്കം ഇവരോട് പറഞ്ഞപ്പോൾ അവരെ തള്ളി മാറ്റിയാണ് ഈ കോൺഫറൻസ് ഹാളിലേക്ക് അക്രമം മനഃപൂർവ്വം സംഘടിപ്പിക്കുന്ന രീതിയിലേക്ക് വന്ന് ഞങ്ങളെയും ചെയർപേഴ്സണെയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെയും എല്ലാം വളരെ മോശമായ രീതിയിൽ, ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ സംസ്കാരശൂന്യമായ ഭാഷകൾ ഉപയോഗിച്ചാണ്. അതൊരു ജനാധിപത്യ സമരത്തിൻ്റെ രീതിയല്ല. ഒരാവശ്യവുമില്ലാതെ സാധാരണ നഗരസഭാ ചെയർപേഴ്സൺ അവരെ വിനീതമായ ഭാഷയിൽ സ്വാഗതം ചെയ്ത് എൻ്റെ ഓഫീസിലിരിക്കാം, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരുദ്ദേശിക്കുന്ന വിഷയം സംസാരിക്കാതെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണ് നേരെ, വൈസ് ചെയർമാന് നേരെ അസഭ്യവർഷം ചൊരിഞ്ഞിട്ട് വെല്ലുവിളിച്ച് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടുള്ളത്.